Hi friends, welcome to Roshni's Vlogs. നമ്മൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ആ ഡോ കുഴച്ചെടുക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡോ കറക്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അര കപ്പ് ചെറിയ ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം മിൽക്ക് ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ചെറിയ മധുരമൊക്കെ കാണുമല്ലോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം നമുക്ക് ചേർക്കാം. അപ്പം പാല് ചെറിയ ചൂടാകാൻ പാടുള്ളൂ. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.25 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്താൽ മതി. ബട്ടർ ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് എല്ലാം പൊങ്ങി നല്ല ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം അല്ലെങ്കിൽ പാലാണെങ്കിലും ചേർത്താൽ മതി. നമ്മൾ മാവ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 60% ആണ് വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിംഗ് പാഡിലോ വെച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കിനും ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു 4 പോർഷനായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു 10 മിനിറ്റോളം നമുക്ക് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഒരു തിൻ ലെയറായിട്ട് കീറിപ്പോകാതെ ഒരു തിൻ ലെയറായിട്ട് കിട്ടണം. അപ്പം നമ്മുടെ ഡോ നമ്മൾ കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചൊന്ന് ബോളാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിലോട്ട് തന്നെ വെച്ചിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു തിൻ ഫിലിമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് കട്ടി തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് 2 സൈഡും ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ 2 സൈഡും കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ട്രെയിലാണോ വെക്കുന്നത് ആ ട്രെയിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഡോ ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 1 മണിക്കൂറൂടെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അതാ നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിനകത്താണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. കുക്കർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാസ് കിറ്റും വിസിലും ഊരി മാറ്റിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ബേക്കായി വരുമ്പോഴത്തേക്കിനും നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കുക്കർ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം.
ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു 25 അല്ലെങ്കിൽ 30 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല ബ്രെഡ് ബേക്കായി വന്നതിൻ്റെ ആ നല്ല മണമൊക്കെ വരും. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ബ്രെഡ് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നല്ല ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. ഇതുപോലെ അൺമോൾഡ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ഇത് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. സൈഡിലൊന്നും പിടിച്ചൊന്നും ഇരിക്കത്തൊന്നുമില്ല. ഇതിൻ്റെ മോൾ ഭാഗം കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നനഞ്ഞ ഒരു തുണി വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ മൂടി വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ബ്രെഡ് ആറി വരും. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിനകത്ത് ചെയ്ത് കാണിച്ചത്. അപ്പം ഓവനകത്ത് നമുക്ക് ചെയ്യാം. 190 ഡിഗ്രിയിൽ 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.